എൻ ശ്രീകുമാർ, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? ഒരു 3 മിനിറ്റിനുള്ളിൽ മറുപടി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ല, ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് CPM ആണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ്ട പത്രസമ്മേളനത്തിൽ അദ്ദേഹം രസകരമായ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദം തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാഷ് തീർന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ തീരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർ പ്രതീക്ഷിച്ചില്ല ഹിന്ദു ദിനപത്രം ഇത്തരത്തിലൊരു വിശദീകരണം കൊടുക്കുന്നവർ പ്രതീക്ഷിച്ചില്ല. അപ്പം ആ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ അവർക്ക് ഒരു വീഴ്ച പറ്റി. അത് പെട്ടെന്നൊന്നും തീരില്ല, കാരണം ഇതിലൊരു ഉത്തരം കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഗോവിന്ദ മാഷ് തീർന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരാ തീർക്കുന്നത്? പത്രങ്ങൾ പിന്മാറുമോ? ജനങ്ങൾ പിന്മാറുമോ? പ്രതിപക്ഷം പിന്മാറുമോ? ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യമുള്ളത്, ഇവിടെ ശ്രീ ശിവശങ്കരൻ ഒരുപാട് കാര്യങ്ങൾ CPM-നെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ BJP-ക്കും CPM-നും ഒരു പൊതു രാഷ്ട്രീയമുണ്ട്. ആ പൊതു രാഷ്ട്രീയം കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എതിർപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നയങ്ങളൊക്കെ അവിടെ ശരിവയ്ക്കപ്പെടും. അത് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടു തുടങ്ങിയതാണ്. ഇന്നിപ്പം ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം, ADGP RSS നേതാക്കളെ കണ്ട വിഷയത്തിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നാണ്. ഇതെങ്ങനായി അവസാന ഘട്ടത്തിലായതെന്നൊന്നും നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ അന്വേഷണം ഇന്ന് തുടങ്ങി ഏത് ഘട്ടം വരെ കഴിഞ്ഞു, എത്ര ഘട്ടമുണ്ടായി, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ തടസ്സപ്പെട്ടത് പോലീസിൻ്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ്. അതിന് രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുത്തു. അവരത് തീരുമാനിക്കട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിലെ എല്ലാ കാലത്തും ഇങ്ങനെ പോലീസ് ഇടപെടലൊക്കെ ഉണ്ടാവും. ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ലാത്തി ചാർജ് ഉണ്ടായപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. DYSP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഈ അന്വേഷണം 3 ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ തൃശ്ശൂരിലത്തെ കാര്യം. കാരണം വെച്ചാൽ അത്രയേ ഉള്ളൂ, ഇവിടുത്തെ വിഷയം അത്രയേ ഉള്ളൂ. പോലീസിൻ്റെ നടപടിയാണ്, ആ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. അത് കുറേ കാലമായിട്ടുണ്ട്. ആ സംവിധാനത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. പൂരവുമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും തൃശ്ശൂർ പൂരവുമായിട്ട് ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് CPM-ൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥത എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും എത്തണം. അതുവരെ നമ്മൾ ഇവരുടെയൊക്കെ പ്രസ്താവന കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും.